ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നെഹമ്യ പ്രവചനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ദൈവത്തെ പിൻപറ്റുന്ന ഏതൊരു ദൈവഭക്തൻ്റെ മുമ്പിലും അസാധ്യതകൾ സാധ്യമായിത്തീരും. ചെങ്കടലിൻ്റെ കരയിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സർവശക്തനായ ദൈവം മോശയോട് പറയുന്ന വാക്ക്, മോശേ, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിനെ വിഭജിക്കുക. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ആ ഭക്തൻ്റെ മുമ്പാകെ അസാധ്യതകൾ മാറിപ്പോകുകയാണ്. മോശ ചെങ്കടലിന് നേരെ വടി നീട്ടിയപ്പോൾ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് സർവശക്തനായ ദൈവം കടലിനെ രണ്ടായി വേർതിരിക്കുവാനിടയായി. അവർ ഉണങ്ങിയ നിലത്തുകൂടെ മറുകരയിലേക്ക് കടന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ച് കാൽച്ചുവടുകളെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ മുമ്പിൽ അസാധ്യതകൾ സാധ്യമാകുന്നത്, അതെ, നമ്മുടെ മുമ്പിൽ അസാധ്യതകൾ സാധ്യമാകുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ പാരമ്പര്യമോ വിദ്യാഭ്യാസമോ കൊണ്ടല്ല. ഇവിടെ നെഹമ്യ പ്രവചനത്തിൽ നാം വായിച്ചത്, ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ദൈവമാണ് കൂടെ ഉള്ളതെങ്കിൽ ചെങ്കടലോ യോർദാനോ മരുഭൂമിയോ വെള്ളമില്ലായ്മയോ യാതൊന്നും ഭാരപ്പെടേണ്ടതില്ല. തത്സമയങ്ങളിൽ കർത്താവ് ഇറങ്ങി വരികയും തക്ക സമയത്ത് തൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയും, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഈ പ്രഭാതത്തിൽ അതെ, നമ്മുടെ മുമ്പാകെ അസാധ്യതകൾ നീങ്ങിപ്പോകുകയും കർത്താവ് നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു തരികയും ചെയ്യുകയാണ്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയം വയ്ക്കാം. ഏത് പർവ്വത സമാനമായ വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകുകയും അസാധ്യതകൾ സാധ്യമാകുകയും ചെയ്യുന്നത് ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ഈ പുതിയ ദിവസം ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. അവിടുത്തെ കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഞങ്ങളുടെ മുമ്പിൽ അസാധ്യമായത് ഒന്നില്ലാത്ത നിലകളിൽ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് അസാധ്യതകളെ സാധ്യമാക്കി എല്ലാ കാര്യങ്ങളും തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്നതിനാൽ ഇന്നത്തെ ദിവസം ഈ ദൈവകുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഏതൊരു വിഷയവും അസാധ്യതകൾ മുന്നിൽ എത്ര ഉയർന്നു നിന്നാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സാധ്യമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ മക്കൾക്ക് കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തന്നിമിത്തം നിരാശകൾ ജനത്തെ വിട്ടു മാറുന്നു. ദൈവപ്രവൃത്തികൾ ജനത്തിലേക്ക് ഇറങ്ങി വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അവർക്ക് കാര്യം സാധിപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.